ഹലോ സുഹൃത്തെ, ഇത് നിങ്ങളുടെ വചന ചങ്ങാതി. ഇന്ന് മാർച്ച് 23 തിങ്കൾ. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ. വചനം ഇങ്ങനെയാണ് തുടങ്ങുക: ഇത് മനസ്സിലാക്കിയ യേശു അവിടെ നിന്ന് പിൻവാങ്ങി. അനേകം പേർ അവനെ അനുഗമിച്ചു. അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി. ഏത് മനസ്സിലാക്കിയതാ? അതിന്റെ മുമ്പിലത്തെ വചനഭാവം ഇങ്ങനെ പറയുക: ഫരീസേയർ അവിടെ നിന്ന് പോയി അവനെ നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ആലോചന നടത്തി. അപ്പൊ പ്രമുഖന്മാരെല്ലാം ഈശോയെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് മനസ്സിലാക്കിയ ഈശോ പിൻവാങ്ങിയത് ശുശ്രൂഷകളിൽ നിന്നല്ല, അവരുടെ മേഖലയിൽ നിന്ന് പിൻവാങ്ങിയത്. എതിർപ്പുകൾ വന്നപ്പോൾ ഈശോ ശക്തിയോടുകൂടി ശുശ്രൂഷ ചെയ്യുന്നതാണ്. പിൻവാങ്ങി ഈശോ അനേകം പേരെ സുഖപ്പെടുത്തുകയാണ്, വീണ്ടും വചനം പ്രഘോഷിക്കുകയാണ്. ജീവിതത്തിലേക്ക് എതിർപ്പുകൾ വരുമ്പോഴും പിതാവിന്റെ പദ്ധതികൾക്ക് തന്നെ വീണ്ടും വീണ്ടും വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈശോ. അവിടെ ഈശോയുടെ പ്രത്യേകതകളെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ കോട്ട് പിടിച്ചുകൊണ്ടാണ് പറയുക: നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടുക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. ഞാങ്ങണ ചതഞ്ഞു കഴിഞ്ഞാൽ ഒടിച്ചു കളയും, തിരി പുകഞ്ഞു കളഞ്ഞാൽ കെടുത്തിക്കളയും. പക്ഷെ ഇത് രണ്ടും ഈശോ ചെയ്യത്തില്ല എന്ന് പറയാം. എന്തെങ്കിലും പ്രതിബന്ധങ്ങൾ വന്നു എന്ന് കരുതി ഒരാൾ ബലഹീനനാണ് അല്ലെങ്കിൽ ബലഹീനയാണെന്ന് കരുതി ഈശോ തള്ളിക്കളയത്തില്ല. കാരണം അവൻ പിതാവിന് വേണ്ടി നിലകൊള്ളുന്നവനാണ്, അവൻ സ്വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ്. സ്വർഗത്തിന് വേണ്ടി നിലകൊള്ളേണ്ടവർക്ക് ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക. അവർ എപ്പോഴും സ്വർഗത്തിന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. സ്വന്തം ഹിതമോ സ്വന്തം പ്ലാനോ സ്വന്തം പദ്ധതിയോ സ്വന്തം ചിന്താരീതികളോ അല്ല, സ്വർഗത്തിന്റെ ചിന്ത മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അതാണ് സ്വർഗീയരുടെ പ്രത്യേകത എന്ന് പറയുക. അവരെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, അവരെപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും, അവരെപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഒരു ശക്തിക്ക് അവരെ തോൽപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. സുഹൃത്ത്, നീ ഒന്ന് വിലയിരുത്തണം. നീ സ്വർഗത്തിൻ്റെതാണോ അതോ ഭൂമിയുടേതാണോ? നീ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ അതോ പ്രതിബന്ധങ്ങൾ നിന്നെ വല്ലാതെ തളർത്തിക്കളയുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സ്വർഗീയ ചങ്ങാതി, എന്നെ കേൾക്കുന്ന ചങ്ങാതിയെ സമർപ്പിക്കുകയാണ്. സ്വർഗത്തിന് ഇണങ്ങിയ രീതിയിൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് എൻ്റെ ചങ്ങാതിയെ സഹായിക്കണമേ. ആമേൻ.